ട്രേഡിംഗ് വ്യൂവിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ട്രേഡിംഗ് വ്യൂ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം വരുന്ന വെബ്സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു കോൺടാക്റ്റിൻ്റെ ചിഹ്നം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അപ്പുറത്തെ ഗെറ്റ് സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഒരു ലാഗ് പ്രതീക്ഷിക്കുക. അപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ കണ്ടോളൂ കേട്ടോ. ഓക്കെ, ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ഇപ്പോൾ ആവശ്യമുള്ള ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒന്നും വരാനൊന്നും പോകുന്നില്ല. നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും അങ്ങനെ ക്രമാതീതമായിട്ട് വന്നുകൊണ്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇങ്ങനെയാണ് വരാം. അപ്പോൾ 30 days ഫ്രീ ട്രയൽ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളുടെ കാർഡ് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രീമിയം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പ്രീമിയത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആവശ്യമുള്ളവർ കൊടുത്തോ. ആനുവലി 14,000 അടുത്താന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഞാൻ പണ്ട് യൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. പ്രൊഡക്ട്സിൽ കയറിയിട്ട് സൂപ്പർ ചാർട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് ബേസിക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ താഴെ കാണുന്നത് വോള്യമാണ്. അപ്പോൾ വോള്യം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബ്രോക്കറിൽ വോള്യം കാണാറില്ലേ, ആ ഒരു വോള്യം തന്നെ. ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും വോള്യം. ഇപ്പോൾ ഇവിടെ ഗ്രീൻ എടുക്കുമ്പോൾ കൂടുതൽ ഇവിടെ ബയേഴ്സ് ആണ് ആക്റ്റീവായിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഇത് നോക്കി ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് ഇത് നോക്കി ട്രേഡ് ചെയ്യണ്ട. ഓക്കെ, ഇതവിടെ കിടന്നോട്ടെ. ഇങ്ങനെയായിരിക്കും മൊത്തത്തിൽ കാണാം. ഇനി ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നോക്കാം. നമുക്ക് ഈ ഒരു സംഭവം ഞാനൊന്ന് താഴ്ത്തി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടിട്ട് ഒന്നും ചെയ്യാനില്ല. അത് കാരണം കൊണ്ടാണ് ഇവിടെ കാണാനുള്ള വൃത്തിക്ക് വേണ്ടിയിട്ടാണ് താഴ്ത്തി വയ്ക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ അലങ്കോലപ്പെട്ടിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ ഇത് വാച്ച് ലിസ്റ്റാണ്. വാച്ച് ലിസ്റ്റ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, ഫൈനാൻസ് ഇൻസ്ട്രുമെൻറ്റ്സ്, അത് നമ്മുടെ ബുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കില്ലേ പേജുകളൊക്കെ, അതുപോലെയുള്ള ഒരു ഓപ്ഷൻ പെട്ടെന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റിന് കൊടുത്തു. ഓക്കെ, ഇത് പ്രീമിയത്തിലാണ് പറ്റുള്ളൂ തോന്നുന്നുണ്ട്. ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ, ഞാൻ ബാക്ക് അടിച്ച് വരാൻ ചെയ്തത്. വാച്ച് ലിസ്റ്റ് ഇപ്പോൾ ഇത് സെയിം സംഭവം ഇതിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പ്രീമിയത്തിൽ പറ്റുള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ഷോർട്ട് കട്ട് ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്. ട്രേഡിംഗ് വ്യൂ നിങ്ങൾക്ക് ഫോണിൽ, ഇതിൻ്റെ ആപ്പ് ഫോണിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് എന്താ പേരൊക്കെ ഇതൊക്കെ കിടക്കുന്നുണ്ടാവാം. ആ പേരൊക്കെ നമുക്ക് റീനെയിം ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ സ്റ്റോക്സ് എന്ന് ഞാൻ കൊടുത്തു. നമ്മൾ റീനെയിം ചെയ്ത് സ്റ്റോക്സ് എന്ന് വന്നു. ഇനി നമുക്ക് ഇവിടെ കുറേ സിമ്പിൾസ് എടുക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പുതിയതായിട്ട് എല്ലാം വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമുക്കൊരു വാച്ച് ലിസ്റ്റ് സ്റ്റോക്ക് എന്നുള്ള പേരിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യും? ഇവിടെ ആഡ് ബട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. ഇവിടെ ആഡ് സിമ്പിൾ കൊടുക്കുക. ഓൾ നിലനിൽക്കുന്നത്, ഓൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ സ്റ്റോക്ക്, ഫണ്ട്, ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇതൊക്കെ ഇവിടെ വന്ന് എടുക്കുന്നുണ്ടാവും. നമുക്ക് സ്റ്റോക്ക് മാത്രം മതി, സ്റ്റോക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാ കൺട്രീസും ഉണ്ട് ഇവിടെ. നോക്കുകയാണെങ്കിൽ എല്ലാ കൺട്രീസും ഉണ്ട്. സെർച്ച് ചെയ്ത് അടിക്ക് പോയി കഴിഞ്ഞാൽ മൊത്തത്തിലൊക്കെ കാണാം. നമുക്ക് ആവശ്യമുള്ള ഇന്ത്യയുടെ മാത്രം. അപ്പോൾ ഇവിടെ കൺട്രി സെർച്ച് ചെയ്തിട്ട് ഇന്ത്യ എന്ന് കൊടുക്കുക. ഇന്ത്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ ഒരു ഫിൽറ്ററാണ്, സ്റ്റോക്ക് ഒരു ഫിൽറ്ററാണ്. ഓട്ടോമാറ്റിക്കലി അത് അവിടെ കിടക്കും. പിന്നെ എനിക്ക് ഇവിടെ ഏതൊക്കെ സ്റ്റോക്ക് ആഡ് ചെയ്യണ്ടേ, ഒന്നില്ലെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ പേര് ഇവിടെ സിമ്പിളിനുള്ള ഇവിടെ സെർച്ചിൻ്റെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൽ നിന്ന് തപ്പിയെടുക്കാം. അപ്പോൾ ഞാൻ തപ്പിയെടുക്കാറില്ല, ടൈപ്പ് ചെയ്യാറില്ല. ഇപ്പോൾ റിലയൻസ് ആവശ്യമുള്ളതാണ്, HDFC ബാങ്ക്, SBI, 3 ആഡ് ചെയ്തു. ആഡ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്തു. ഇത് ആഡ് ചെയ്തത് എനിക്ക് ഇത് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ഡിലീറ്റ് സിമ്പിൾ ഉണ്ട്, അപ്പോൾ തന്നെ ഡിലീറ്റ് ആവും. ഇത് ആദ്യം ഒന്ന് എടുക്കണമെങ്കിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് മുകളിലേക്കാക്കാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ ഡിലീറ്റ് ആവും. എന്തും ചെയ്യാം. പിന്നെ അവിടെ ഒന്നും പോയി ക്ലിക്ക് ചെയ്യാണ്ട് ഇവിടെ വെറുതെ SB വെറുതെ റാൻഡായിട്ടാണ് ടൈപ്പ് ചെയ്തത്. ജസ്റ്റ് വന്നിട്ട് ഇത് കഴ്സർ ഇവിടെ കൊണ്ടിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കുകളുടെ വരും. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യാനുള്ള സിമ്പിൾ വരില്ല. അപ്പോൾ എന്താ ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്നിട്ട് അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ആഡ് കൊടുക്കേണ്ടി വരും. അതവിടെ ഉണ്ടായിരുന്നു, അത് പ്രീമിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോൾ ആഡ് ചെയ്യാൻ ഇങ്ങനെ തന്നെയാണ് ഓപ്ഷൻ ഉള്ളത്.
ഈ ചാർട്ട് ഞാനിങ്ങനെ എനിക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ വോള്യൂം എന്നുള്ള സംഭവം ഞാൻ ഉപയോഗിക്കാറില്ല. പേഴ്സണലി ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അതിവിടെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഈ പറഞ്ഞ പോലെ വോള്യൂം അടിച്ചു കഴിഞ്ഞാൽ സംഭവം വരും. ഈ വോള്യൂം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ മറ്റേ സംഭവം വരും. അതെനിക്ക് ആവശ്യമില്ല എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു. ഞാൻ അത് കാരണം കൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. എനിക്ക് മാക്സിമം ഇത് ഫ്രീ ആയിട്ട് എടുക്കണം. ഓക്കെ, ഇത് നമുക്ക് ഈ സംഭവം ഒരു വട്ടം കൂടി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമൈസ്ഡ് ആവും. ആവശ്യമുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഏറ്റവും സിമ്പിളായിട്ടാണ് ചാർട്ട് കണ്ടത്, അതുകൊണ്ട് ക്ലിയർ വ്യൂ അത്യാവശ്യമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എനിക്ക് ഈ ചാർട്ടിൽ ഇങ്ങനെ ഇവിടെ ഒരു വരകൾ കണ്ടോ, എനിക്കത് പേഴ്സണലി എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഞാൻ ചിലപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ആ വരകൾ കളയാൻ പറ്റും. വരകൾ കളയാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് സോളിഡ് ആണ്, ആ കളർ നമുക്ക് ഏത് വേണമെങ്കിൽ ആക്കാം കേട്ടോ. ഇഷ്ടമുള്ള കളറാക്കാം. വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഗ്രിഡ് ലൈൻസ് എന്നുള്ള സംഭവം നൺ കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ പോകും. ഇനി ക്യാൻഡിൽസിൻ്റെ കളർ നിങ്ങൾക്ക് മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റാം. പച്ചയാണ് ഇപ്പോൾ ബോഡിയുടെ കളറ്, നിങ്ങൾക്ക് ഒരു നീലയാക്കണമെങ്കിൽ നീലയാക്കാം. അതൊക്കെ നീലയായി. തൽക്കാലത്തേക്ക് നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് പച്ച തന്നെ, പച്ചയും ചുവപ്പൊക്കെ ഒന്ന് തുടക്കത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ചാർട്ട് കുറച്ചും കൂടി വൃത്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ കാണുന്നത് ഡി എന്ന് ഉദ്ദേശിച്ച് ഡെയിലി ടൈം ഫ്രെയിം, അതായത് ഒരു ക്യാൻഡിൽ രൂപപ്പെടാൻ എടുക്കുന്ന സമയം, അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലാണ് ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ വീക്ക്ലി ടൈം ഫ്രെയിമിൻ്റെ ആവശ്യമുള്ളത്. ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിൽ 15 മിനിറ്റ്, 30 മിനിറ്റ്, 1 അവർ, 4 അവർ അതൊക്കെ ആയിരിക്കും ആവശ്യമാണ്, 5 മിനിറ്റ്സ് ഒക്കെ. അപ്പോൾ അങ്ങനെ കുറേ ടൈം ഫ്രെയിംസ് ഉണ്ട്. അതിപ്പോൾ 15 മിനിറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റാർ ചെയ്ത് വയ്ക്കാം. 1 അവർ, 1 അവർ സ്റ്റാർ ചെയ്ത് വെച്ചു. 4 അവർ സ്റ്റാർ ചെയ്ത് വെച്ചു. വീക്ക് സ്റ്റാർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പോൾ എന്തായി, ഇതൊക്കെ ഇവിടെ വന്നു. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് 50 മിനിറ്റ് ക്ലിക്ക് ചെയ്താൽ എന്താ വരാമെന്ന് അറിയാം. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് റീസെറ്റ് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് എനിക്ക് ഇത്തിരിയും കൂടി വൃത്തിയിൽ കാണാനാണ്. ഇപ്പോൾ ഓരോ ക്യാൻഡിലും ഇത് ഇവിടെ തൊട്ട് ഇത്രയും ഭാഗം ഇന്നുണ്ടായ മൂവ്മെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ. ഓക്കെ, ഇന്നത്തെ ടോട്ടൽ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഓരോന്നും 15 മിനിറ്റിലുണ്ടായ ക്യാൻഡിൽസ്. ഓരോ ക്യാൻഡിൽ ഉദ്ദേശിക്കുന്നത് ബയേഴ്സ് സെല്ലേഴ്സ് ഒക്കെ തന്നെയാണ്, അത്ര ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ 1 അവറിൽ ഇട്ട് കഴിഞ്ഞാൽ ക്യാൻഡിൽസിൻ്റെ എണ്ണം വീണ്ടും കുറയും. 4 അവറിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 5, 6, 10 ക്യാൻഡിൽ ഇത്ര ക്യാൻഡിലായിട്ട് മാറി. ഡെയിലി ടൈം ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ ടോട്ടൽ ഇന്നത്തെ സംബന്ധിച്ച് ഈ റെഡ് ആട്ടോ, റെഡ് ഒരു ഡെയിലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം. ഇനി ഒക്കെ എങ്ങനെ ഇതിൽ വരയ്ക്കാം, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഞാനൊരു സ്ട്രാറ്റജി പ്രകാരം ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക, അതിങ്ങനെ വരയ്ക്കാം. ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? കഴ്സറാണ്, അത് മൗസ് പോയിൻ്ററിൻ്റെ ഇത്. ഇപ്പോൾ ക്രോസ് വേണോ ഡോട്ട് വേണോ? അപ്പോൾ ക്രോസ് നിൽക്കണ ആരോ വേണം. ഇതിട്ട് കഴിഞ്ഞാൽ ഇവിടെ ആരോ ആയി, ഇതിട്ട് കഴിഞ്ഞാൽ ഇവിടെ ക്രോസ് ആയി. ഇപ്പോൾ ക്രോസ് ആണ് നോർമലി ഉപയോഗിക്കാറ്, അതായത് എനിക്ക് ലെഫ്റ്റിലേക്കുള്ളതും ഹൊറിസോണ്ടൽ ലൈൻ ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാം. ആ വരയ്ക്കണതിൻ്റെ കളറും ഇതൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ അവിടെ ഒരു കാര്യം വരച്ചു. ഓക്കെ, ഇനി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നില്ല കീബോർഡിൽ ഡിലീറ്റ് അമർത്തണമെങ്കിൽ അമർത്താം, അല്ലെങ്കിൽ അവിടെ ഡിലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാവും രണ്ടാമത്തെ ഓപ്ഷൻ, ലൈൻ കിട്ടി. അതിൻ്റെ പേര് എന്താ? ട്രെൻ ലൈൻ. ട്രെൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം, അതായത് ഏത് 360 ഡയറക്ഷനിൽ നമുക്ക് ട്രെൻ ലൈൻ വരയ്ക്കാം. ഫ്ലെക്സിബിളാണ്. ഞാൻ വരച്ചു, ഒരു ക്ലിക്ക് ചെയ്തു, രണ്ടാമത്തെ ക്ലിക്കിൽ അത് അവസാനിച്ചു. എനിക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. വരച്ചതിന് ശേഷം എനിക്ക് അതിൻ്റെ ഡയറക്ഷൻ മാറ്റാം. ഓക്കെ, അതിൽ കളർ മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ബ്ലാക്ക് ആക്കി. പിന്നെ അതിൻ്റെ വീതി കട്ടി കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കട്ടി കൂട്ടണമെങ്കിൽ കൂട്ടാം. നോർമലി 1px ഇടാറ്. ഇനി അതിനൊരു പേര് കൊടുക്കണമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി വരയ്ക്കാം. അതിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വെറുതെ റാൻഡായിട്ടാണ് വരയ്ക്കുന്നുണ്ടോ, വരച്ചു. ഒരു പേര് കൊടുക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അതുമായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ടെക്സ്റ്റ് ഉണ്ടോ, അവിടെ ഒന്നുകൂടി പോയി ക്ലിക്ക് ചെയ്യാം. ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഇത് അവിടെ നിന്ന് ചെറുതാക്കി വരയ്ക്കുന്നുണ്ടെങ്കിൽ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് രണ്ടാമത്തതിൽ ആവശ്യമുള്ളത്. ഇനി ലൈൻസിൽ തന്നെ വേറെ ലൈൻസ് ഉണ്ട്, വേറെ ഒന്നും ആവശ്യമില്ലാത്ത ലൈൻസാണ്. അടുത്ത് ഹോറിസോണ്ടൽ ലൈൻ. ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എവിടെ ക്ലിക്ക് ചെയ്യണം അവിടെ നിന്ന് ലെഫ്റ്റും റൈറ്റും ഇൻഫൈനൈറ്റ് ആയിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ആവും. ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് നോക്കി,
ഇവിടേക്ക് ലെഫ്റ്റിലേക്ക് പോയാൽ അവസാനിക്കില്ല, റൈറ്റിലേക്ക് പോയാൽ അവസാനിക്കില്ല, അങ്ങനത്തെ ഉള്ളൊരു ലൈനാണ് വരിക. ഇത് നേരത്തെ ലൈൻ എന്തായിരുന്നു? ഈ ലൈൻ ട്രെൻഡ് ലൈൻ 360 റൊട്ടേറ്റ് ചെയ്യാം. ഇത് മുകളിലേക്കോ താഴത്തേക്കോ മാത്രം മാറ്റാൻ പാടുള്ളൂ. ആ ടെക്സ്റ്റ് ഉണ്ട്, ക്ലിക്ക് ചെയ്തിട്ട് പേര് കൊടുക്കാം. അതിൻ്റെ ഓപ്ഷൻ എല്ലാത്തിനും ഉണ്ട്. അതാണ് ഹൊറിസോണ്ടൽ ലൈൻ. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു ലൈൻ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും അത് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. അത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാത്രം നിൽക്കാൻ പറ്റുള്ളൂ, അടിയിലേക്കും മുകളിലേക്കും പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് 3 ടൈപ്പ് ലൈൻസ്. ഇനി നമുക്കിത് ആവശ്യമുള്ള ഏതെങ്കിലും ട്രെൻഡ് ലൈനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരാം. ട്രെൻഡ് ലൈൻ സ്റ്റാർ ഇട്ട് വെച്ചാൽ എന്താണ്ടാവും? സ്റ്റാർ ഇട്ട് വെച്ചാൽ എന്താണ്ടായി? ഇങ്ങനെ ഒരു പുതിയൊരു സംഭവം വരും, ഷോർട്ട് കട്ടാണ്. നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ആവശ്യമുണ്ടെങ്കിലോ ഹൊറിസോണ്ടൽ ലൈനിൽ സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ലൈൻ ആഡായി. വെർട്ടിക്കലിൽ ആവശ്യമുണ്ടെങ്കിൽ വെർട്ടിക്കലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡായി. ഇനി നമുക്ക് ഇതിൽ എന്തെങ്കിലും വേറെ ആവശ്യമുള്ളതാണോ നോക്കാം. ഫിബൊനാച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊരു ബിഗിനറിന് ആവശ്യമുള്ളതൊന്നും വേറെ അതിലില്ല. രണ്ടാമത്തേൽ പാറ്റേൺസ് ആണ്, ഇതെന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. മൂന്നാമത്തേൽ ലോങ് പൊസിഷൻ. ലോങ് പൊസിഷൻ ആ ഈ ടൂൾ നിൽക്കുകയാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നതിന് അതിന് മുന്നേ വേറെ കാര്യം പറഞ്ഞിട്ട് തരാം. 1 പറഞ്ഞ് 2 3 ഇത് പറഞ്ഞിട്ടില്ല, സോറി 1 വേണം 2 3 4 5ാമത്തെ പറഞ്ഞിട്ടില്ല. ഞാൻ 6ാമത്തേലേക്ക് കടന്നു. 6ാമത്തേൽ ബ്രഷ് ഞാൻ കാണിച്ചു തന്നു. ഹൈലൈറ്റർ ബ്രഷൊക്കെ ഏകദേശം ഒരേപോലെ. ഏരോ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നടന്നു വിചാരിക്കുക, അല്ലെങ്കിൽ അവിടെ ഞാൻ ബൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ബൈ ചെയ്യണമെന്നുള്ള ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാണിക്കില്ലേ? എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും വരച്ചിടാനോ എഴുതിയിടാനോ മാർക്ക്, അത്രയ്ക്കുള്ള ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉള്ളത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള സോൺസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ ഒന്ന് സ്റ്റാർ ചെയ്ത് വെക്കാം. എനിക്ക് ആവശ്യമുണ്ട്, സ്റ്റാർ ചെയ്ത് വെച്ചു. ഇതെന്തിനാണെന്ന് പറയാം. ഈ ഭാഗത്തേക്ക് വേണ്ട, ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടു. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഭാവിയിൽ ഇങ്ങോട്ടേക്ക് ട്രേഡ് വരുമ്പോൾ എനിക്ക് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുക. സ്ട്രാറ്റജി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കിൾ നമുക്കൊന്ന് മാറ്റാൻ പറ്റണമെങ്കിൽ ഞാൻ എൻ്റെ ഉൾഭാഗം ഒന്നും ഇടാറില്ല. ഞാൻ ഒപ്പാസിറ്റി 0 ആക്കി ഇട്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ കളറ് ഒന്ന് ബ്ലാക്ക് ആക്കി വെക്കുന്നുണ്ട്, അതിൻ്റെ തിക്നെസ് ഒന്ന് ആക്കി. ഞാനതൊന്ന് മോഡിഫൈ ചെയ്തെടുത്താണ്. എനിക്കിഷ്ടമുള്ള പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എപ്പോഴും ആവശ്യം വരാം. മിക്കവാറും ആൾക്കാർ ഇതൊരു ലൈറ്റ് ഒരു പച്ച കളറൊക്കെയാണ് അടി വയ്ക്കാറ്. ഓപ്പോസിറ്റ് ഇങ്ങനത്തെ വൃത്തിക്ക് ചിലർ ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു വളരെ ഉപകാരപ്പെടുന്ന ഒരു ടൂളാണ് റെക്റ്റാങ്കിൾ. അപ്പോൾ അതും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബ്രേക്കോ സ്ട്രക്ചറൊക്കെ അത് നോക്കൊണ്ട് മാർക്ക് ചെയ്യാനാണ് ഈ ട്രെൻഡ് ലൈൻ ടൂൾ വരാറുണ്ടോ. ഇപ്പോൾ ഇങ്ങനെ ബ്രേക്കോ സ്ട്രക്ചർ ഉണ്ട്, ഞാനിവിടെ എഴുതി വയ്ക്കും VOS. ഇതാണ് ഈ ടൂളിൻ്റെ ആവശ്യം. റെക്റ്റാങ്കിൾ ടൂളുണ്ട്. ഇനി ഞാൻ എന്താ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യണം? ഇത് സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നുമല്ല, വീണ്ടും കൊണ്ടെടുത്ത് പറയാം. മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ട്രേഡ് എടുക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അവിടെ നിന്ന് ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുക, മാർക്കറ്റ് അവിടെ എത്തിയെന്ന് വിചാരിക്കുക. എത്തിയതിന് ശേഷം എൻ്റെ പൊസിഷൻ എന്താ? മുകളിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് ട്രേഡ്സ് ലോങ് പൊസിഷൻ എന്നാണ് പറയുക. അതും സ്റ്റാർ ചെയ്തു. ഷോർട്ട് പൊസിഷൻ സ്റ്റാർ ചെയ്തു. ലോങ് പൊസിഷനിൽ ക്ലിക്ക് ചെയ്തു, ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്തു. റെഡ് കളറിൽ കാണിക്കുന്നത് എൻ്റെ ലോസ് വരുന്ന സൈഡും ഗ്രീൻ കളറിൽ കാണിക്കുന്നത് എൻ്റെ പ്രോഫിറ്റ് വരുന്ന സൈഡാണ്. ഇപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ, അതായത് നോക്കിയാൽ എത്ര പോയിൻ്റാണോ റിസ്ക് വെച്ചിട്ടുള്ളത് അത്ര പോയിൻ്റ് തന്നെയാണ് ഇവിടെ ടാർഗറ്റും വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റിസ്ക് റിവാർഡ് 1 എന്ന് വന്നിട്ടുള്ളത്. 1 എന്ന് വെച്ചാൽ 1:1. സ്റ്റോപ്പ് ലോസ് പോയിൻറ്റ് ടാർഗറ്റ് പോയിൻറ്റ്സ്, അതാണ് റിസ്ക് റിവാർഡ്. അപ്പോൾ ഞാനിതെടുത്ത് നമുക്കിത് മാറ്റാം. അതായത് മാർക്കറ്റ് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യണം, അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വെച്ചതുകൊണ്ട് എക്സിറ്റ് ആവില്ല, ഇത് നമുക്ക് കാണാനാണ്. ഇത് ബ്രോക്കറായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്താലും ഒരു പരിധി വരെ വർക്ക് ചെയ്യുള്ളൂ സ്റ്റോക്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ 2i എന്ന് വിചാരിക്കുക, എക്സാക്ട് 2 ആണെന്ന് വിചാരിക്കുക. അതായത് 31 പോയിൻ്റാണ് റിസ്ക്, അതിൻ്റെ ഇരട്ടിയായ ഇൻറ്റു 2 62 പോയിൻ്റാണ് റിവാർഡ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എക്സിറ്റ് ആവാറായി.
ടാർഗറ്റോടുകൂടി എക്സിറ്റ് ആവാറ് എന്നുള്ള ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. കാണാനുള്ള സൗകര്യം ഇത് ഇവിടെ പോയിട്ട് റെഡിലേക്ക് പോയി കഴിഞ്ഞാൽ റിസ്ക് ആണ്, ലോസിൽ എക്സിറ്റ് ആവാറ്. ഇൻ കേസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രോക്കറിൽ പോയിട്ട് ലോസിൽ എക്സിറ്റ് ചെയ്യണം. അതാണ് ഈ എൽ എന്ന് പറയുന്ന ലോങ് പൊസിഷൻ ടൂൾ ഉദ്ദേശിക്കുന്നത്. എസ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് വരാം. നോക്കി നോക്കിയാൽ അവിടെ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടോ, റെഡ് മുകളിലെ, അതായത് ഷോർട്ട് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്താ, മാർക്കറ്റ് താഴത്തേക്ക് വരണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മുകളിലാണ് എസ് അല്ലേ. ഓക്കെ, ആ ഒരു സംഭവമാണ്. ഇപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടതിന് ശേഷം ഡൗട്ട് വരാണെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. മെസ്സേജ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ടുള്ള ടൂളുകൾ, അതൊക്കെ ഇതുണ്ട്. പിന്നെ പാത്ത് ടൂളാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം ആദ്യം. അതായത് ഇപ്പോൾ സ്ട്രക്ചർ മാർക്ക് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. ഇനിയപ്പോൾ അല്ലെങ്കിൽ സ്ട്രക്ചർ ഒന്ന് കൂടുതലും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ടൂളാണ് ബ്രേക്ക് സ്ട്രക്ചറൊക്കെ. ഒന്ന് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഇങ്ങനെ അതിൻ്റെ ഓവറോൾ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ, അത് ബിഗിനേഴ്സിന് തന്നെയാണ് ആവശ്യം വരുള്ളൂ, എല്ലാത്തവർക്കും ആവശ്യം വരില്ല. എന്നാലും ഇതാണ് സംഭവം. തുടക്കത്തിൽ ഒരാഴ്ച ആവശ്യം വരും, പിന്നെ ആവശ്യം ഉണ്ടാവില്ല. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം ഈ സംഭവത്തിന്. അപ്പോൾ ഈ ക്ലിക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വലിയ അത്യാവശ്യമുള്ളതൊന്നുമല്ല, എന്നാലും അവിടെ കിടന്നോട്ടെ. ബാക്കി സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ കാണിക്കാൻ വേണ്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പോയിന്റ് എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ കവർ ചെയ്തു. സ്കെയിൽ എന്താ, സാധാരണ സ്കെയിൽ തന്നെ. സ്കെയിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം നമ്മുടെ അടുത്ത് 141 പോയിൻറ്റ്സ് അല്ലെങ്കിൽ 36%. അടുത്ത ക്ലിക്കിൽ അത് പോവും, അത് ഡിലീറ്റ് ഒന്നും വേണ്ട. കളാ അത്ര ഉള്ളൂ. അതാണ് സ്കെയിലിൻ്റെ ഭാഗം. പിന്നെ ഈ സംഭവം ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു വട്ടം ഇട്ടിട്ട് നമ്മൾ ഏത് ടൂളാണ് സെലക്ട് ചെയ്യണേ ആ ടൂള് വീണ്ടും സെലക്ട് ചെയ്യണ്ട, ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, വരച്ചുകൊണ്ടിരിക്കുക. ആ ടൂള് മാറ്റണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് പോകും. ഇപ്പോൾ ഞാൻ വരച്ച് കഴിഞ്ഞാൽ വരില്ല. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇത് എപ്പോഴും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ ഇവിടുത്തെ ഡിലീറ്റ് അമർത്തിയാൽ മതി. ഒറ്റടിക്ക് പോയി. ബാക്ക് അടിച്ച് പോകാനാണെങ്കിൽ ഇങ്ങനെ ബാക്ക് അടിച്ച് പോയാൽ മതി. ഓക്കെ, ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യമുള്ള ട്രേഡിംഗ് വ്യൂ ടൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് വരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.